Get down to the nitty-gritty versus get into the weeds. I happened to see the latter one when I was watching a video with my husband today. So I thought of combining these two and making a video. So രണ്ടിൻ്റെ അർത്ഥം ഇതാണ്, ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് സംതിങ്. പക്ഷേ രണ്ടും രണ്ട് സെൻസിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ. ഗെറ്റ് ഡൗൺ ടു ദ നിറ്റി-ഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് പോവുക. അതായത് ഒരു കാര്യമുണ്ട്, അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോയേ മതിയാവും, അതിൻ്റെ കോറിലേക്ക് ചെല്ലണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ദ നിറ്റി-ഗ്രിറ്റി ആൻഡ് ടോക്ക് അബൌട്ട് ദ ബഡ്ജറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ബഡ്ജറ്റിൻ്റെ കോർ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയേ മതിയാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് ഉറപ്പായിട്ടും സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഗെറ്റ് ഇൻ ടു ദ വീഡ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് തന്നെയാണ്, ടു ഗോ ഡീപ്പ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് സംതിങ്, ഓഫൺ മോർ ഡീറ്റെയിൽ ദാൻ ഇസ് റിക്വയർഡ്. ആവശ്യമില്ലാതെ ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ വീഡ്സ് റൈറ്റ് നൗ ബട്ട് ഫോക്കസ് ഓൺ ദ പ്രയോറിറ്റൈസ്ഡ് ടാസ്ക്സ്. അപ്പോൾ ആ രണ്ട് ഇഡിയംസിൻ്റെയും സ്ലൈറ്റ് ഡിഫറൻസ് ഓഫ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് ഇഡിയമാണോ ഇഷ്ടപ്പെട്ടത് അതുപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലായ പോലെ ഒരു സെൻറ്റൻസ് കമൻറ്റ് ചെയ്തേ.